മഹത്തായ ഭാവം. ശനിയാഴ്ചകളിൽ രാവിലെ വേദപാഠമുള്ളതുകൊണ്ട് സാധാരണ ദിവസങ്ങളെക്കാൾ കുറച്ച് തിരക്ക് കൂടുതലാണ്. രാവിലെ എണീറ്റ് കാപ്പി ഉണ്ടാക്കി എല്ലാവരെയും എണീപ്പിച്ച് കാപ്പി കൊടുത്ത് ഉടുപ്പിടിയിച്ച് ഡാനിക്കുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത വലിയ ബാഗ് തോളിൽ തൂക്കി വീട് പൂട്ടി ഇറങ്ങുമ്പോൾ അറിയാതെ തന്നെ 2 ദീർഘനിശ്വാസം കൂട്ടായി എത്താറുണ്ട്. സോണലില്ലാത്ത ദിവസങ്ങളിലാണ് ഇത്രയും കഷ്ടപ്പാട്. ഇല്ലെങ്കിൽ ചില്ലറ സഹായമൊക്കെ പുള്ളിക്കാരന്റെ ഭാഗത്തുനിന്നും കിട്ടാറുണ്ട്. അങ്ങനെ സോണലില്ലാതിരുന്ന ഒരു ശനിയാഴ്ച ഓടി പിടിച്ചിറങ്ങി. വണ്ടിയിൽ കയറിയ ഉടനെ ഏബിൽ എന്നോട് ചോദിച്ചു, എന്റെ വാട്ടർ ബോട്ടിൽ ബാഗിൽ വെച്ചിട്ടുണ്ടോ? ദീർഘനിശ്വാസം തന്ന ആശ്വാസത്തിനും അപ്പുറമായിരുന്നു ആ ചോദ്യം. രാവിലെ എണീറ്റ് തെക്ക് വടക്ക് നടന്ന് പോരുവോളം ടിവിയും കണ്ടുകൊണ്ടിരുന്നാൽ മതി. ആകെ വേണ്ടിയ ഒരു പുസ്തകവും വാട്ടർ ബോട്ടിലും എടുത്തു വെക്കാൻ പോലും പറ്റില്ല. ഇതൊക്കെയാണ് ആ ചെറിയ ചോദ്യത്തിന് ഉത്തരമായി എൻ്റെ മനസ്സിൽ വന്നത്. എങ്കിലും യാത്രയിൽ കൂടെയുണ്ടായിരുന്ന മറ്റൊരു ഫാമിലിയുടെ മുന്നിൽ മാന്യത കൈവിടാതെ, എന്നാൽ കണ്ണുകൾ കൊണ്ട് എൻ്റെ പ്രതിഷേധം മുഴുവൻ അറിയിച്ച് ഞാൻ മൊഴിഞ്ഞു, എനിക്കറിയാൻ മേല. വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ബാഗ് ഡിക്കിയിൽ വെച്ചതുകൊണ്ട് അവനോ എനിക്കോ നോക്കാനും സാധിച്ചില്ല. പിന്നീട് ഞാനത് മറന്നേ പോയി. എവിടെയെങ്കിലും പോകാൻ നേരം വാട്ടർ ബോട്ടിൽ എടുത്തു വെച്ചോ എന്നൊരു 100 പ്രാവശ്യം ചോദിക്കാറുണ്ട്. പലപ്പോഴും ചോദ്യങ്ങൾക്കെല്ലാം ശേഷം ഞാൻ തന്നെയാണ് എടുത്തു വെക്കാറ്. അതൊരു പതിവ് പല്ലവി ആയതിനാൽ അന്നും ചോദിച്ചിട്ടുണ്ടാവണം, എടുത്തും വെച്ചിട്ടുണ്ടാവും, എന്നാൽ ഓർമ്മയില്ല. കുർബാനയ്ക്കായി പള്ളിയിൽ കയറി. വേദപാഠ പിള്ളേരുടെ കൂടെ ഏബലിന് മുൻനിരയിലാണ് സ്ഥാനം. കുറെ പുറകിലായി ഞാനും ഡാനിയും നിൽപ്പുണ്ട്. ഇടയ്ക്കെപ്പോഴോ എല്ലാവരും ഇരുന്നൊരു സമയത്ത് അവൻ തപ്പിപ്പിടിച്ച് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ചെവിയിൽ പറഞ്ഞു, വാട്ടർ ബോട്ടിൽ എൻ്റെ ബാഗിലുണ്ട് കേട്ടോ. ഇതും പറഞ്ഞ് സ്വന്തം ഇരിപ്പിടത്തിലേക്ക് നടന്നുപോയ അവനെ നോക്കി നിന്ന എൻ്റെ കണ്ണുകളിൽ കൂടി അറിയാതെ ഒരു തുള്ളി കണ്ണുനീർ എവിടുന്നോ ചാടി വീണു. അത് തുടച്ചു മാറ്റുന്ന തിടുക്കത്തിനിടയിൽ ഞാൻ ഓർത്തു, പാവം കുട്ടി വാട്ടർ ബോട്ടിൽ ബാഗിലിരിക്കുന്നത് കണ്ട് സ്വയം സന്തോഷിച്ചതിന് പുറമെ എന്നെ കൂടി ആ സന്തോഷം അറിയിക്കുന്നതിനെത്തിയതാണ്. അന്നും സാധാരണ പോലെ പറഞ്ഞു മടുത്തപ്പോൾ ഞാൻ തന്നെയാവും അത് ബാഗിലെടുത്ത് വെച്ചത്. ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും നമ്മെ പ്രവൃത്തിയിൽ മാത്രമായി തളച്ചിടുന്നു. വാക്കുകൾക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കാറില്ല എന്നതാണ് സത്യം. എന്നാ ആ 7 വയസ്സുകാരനോ, അവൻ അന്വേഷിച്ച സാധനം ബാഗിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം പങ്കുവയ്ക്കുവാൻ എന്നെ തേടിയെത്തി. അവന്റെ ടീച്ചറും കൂട്ടുകാരും അടങ്ങുന്ന വലിയൊരു ജനസമൂഹമൊന്നും അവനൊരു പ്രശ്നമായിരുന്നില്ല ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നതിന്. അവനേക്കാൾ 5 ഇരട്ടി പ്രായക്കൂടുതലുള്ള ഞാൻ അവന്റെ മുന്നിൽ തീരെ ചെറുതായതുപോലെ തോന്നി. ആ കുർബാനയിലുടനീളം ഞാൻ ചിന്തിച്ചത് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. പ്രവൃത്തിയും അതോടൊപ്പം മനോഹരമായ വാക്കും കൂടി വരുമ്പോഴാണ് ഏത് കാര്യവും മഹത്തരമാകുന്നത്. ഇന്ന് ലോക മാതൃദിനം. ഹാപ്പി മദേഴ്സ് ഡേ പറഞ്ഞ് ഓടി വരുന്ന മക്കളെ ചേർത്ത് പിടിച്ച് താങ്ക് യു പറഞ്ഞോളൂ. കാരണം ജീവിതത്തിന്റെ പല പ്രധാനപ്പെട്ട പാഠങ്ങളും നമുക്ക് പറഞ്ഞു തന്ന് നമ്മിലെ മാതൃഭാവത്തെ കൂടുതൽ മികവുറ്റതാക്കുന്നത്, തിളക്കമുള്ളതാക്കുന്നത് ഈ കുട്ടികൾ തന്നെയാണ്. അവരുടെ ചെറിയ അതൃപ്തികളും കുരുത്തക്കേടുകളും പലപ്പോഴും നമ്മുടെ തന്നെ പിഴവുകൾ തിരുത്തുന്നതിലേക്കും അതിലൂടെ വലിയ ജീവിത മൂല്യങ്ങളിലേക്കും നമ്മെ കൊണ്ടുചെന്നെത്തിക്കും. ഈ ഒരു തിരിച്ചറിവ് മാതൃഭാവം എന്ന മഹത്തായ ഭാവത്തെ സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ ഹാപ്പി മദേഴ്സ് ഡേ.